ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പ്രിൻറ്റിങ് ഐഡിയ ആണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ടോപ്പ്, പിന്നെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് ക്യാരറ്റ്, ഫാബ്രിക് പെയിൻറ്റ്, പിന്നെ പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ബ്രഷ്, പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുള്ള ഒരു മൂർച്ചയുള്ള ഒരു കത്തിയാണ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ക്യാരറ്റ് ജസ്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നീട് നമുക്ക് ഈ ക്യാരറ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ക്രോസ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യണം. ക്രോസ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുക്കൂടെ ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു പെറ്റലിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. അങ്ങനെ രണ്ട് വശത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പെറ്റൽസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത് കട്ട് ചെയ്യുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു കട്ട് ഇടുക, അതിനുശേഷം അതിൻ്റെ ഒരു ശകലം മാറ്റി 1 മില്ലിമീറ്റർ വേണ്ട, ഒരു 1/2 മില്ലിമീറ്റർ ദൂരത്തിൽ വേറെ ഒരു കട്ടും കൂടെ ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് കട്ടിൻ്റെ നടുക്കുള്ള ആ ഭാഗം നമ്മൾ എടുത്ത് കളയുക. അപ്പോഴേക്കും നമുക്ക് അവിടെ ഒരു വിടവ് കിട്ടും. ആ രീതിയിൽ നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ലവ് ഷേപ്പിലുള്ള പെറ്റൽസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പിൽ ആ പെറ്റലിൻ്റെ എല്ലാ സൈഡ്സും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ലവ് ഷേപ്പിലുള്ളൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ലീഫ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ക്യാരറ്റിൽ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരയ്ക്കുക. ആ ലീഫിൻ്റെ ഷേപ്പ് വരച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള പോർഷൻസ്, ലീഫിൻ്റെ പോർഷൻ അല്ലാതെ ബാക്കി സൈഡിലുള്ള വേസ്റ്റായിട്ടുള്ള പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം നമുക്ക് ആ ലീഫിൻ്റെ സ്ട്രക്ചർ തന്നെ കിട്ടും. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ലീഫല്ല, കുറച്ചൊരു ഡിസൈനുള്ളൊരു ലീഫാണ്. അപ്പം നമുക്ക് അതിൻ്റെ സൈഡിൽ കുറച്ച് കട്ടിങ്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ലീഫ് കിട്ടും. അടുത്തായിട്ട് നമ്മൾ ആ ലീഫിൻ്റെ നടുക്കുള്ള ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കുകയാണ്. നടുക്കൊരു ഡിസൈൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം സൈഡിലേക്കുള്ള ഒരു ബ്രാഞ്ചസ് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ ലീഫിൻ്റെ ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കുകയാണ്. സൈഡിൽ ജസ്റ്റ് ഒരു വെട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ 2 ഡിസൈൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻസിലേക്ക് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുവാണ്. ഞാനിപ്പോൾ ഒരു യെല്ലോ കളർ പെയിൻ്റാണ് നമ്മുടെ ഫ്ലവറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ടോപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ചെരിഞ്ഞിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ടോപ്പ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നേരെയുള്ള ഒരു ലൈൻ കിട്ടും. പിന്നീട് നമ്മൾ പെയിൻറ് തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ, ഫ്ലവറിൻ്റെ ഡിസൈൻ എടുത്ത് നമ്മുടെ ടോപ്പിലേക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത ഫ്ലവർ ഞാൻ കൊടുക്കുകയാണ്. ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ അടുത്ത ഫ്ലവർ. അതുപോലെ ആ ലൈൻ ഫുള്ള് ഫ്ലവേഴ്സ് ഞാൻ ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഫുള്ള് ലൈനും ഫ്ലവേഴ്സ് വെച്ച് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ലീഫ് പ്രിൻ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു മെറ്റാലിക് ഷെയ്ഡുള്ള ഒരു കളറാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ആ ഒരു ലീഫ് നമ്മൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഫ്ലവറിൻ്റെ 2 സൈഡിലും ഞാൻ പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു ലൈനും കൂടെ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലൈനും ഫുള്ള് ഫ്ലവേഴ്സ് ഫില്ല് ചെയ്തതിന് ശേഷം ലീഫ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഒരു 4 ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്കാണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പിൽ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.